ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ തന്നെ നിഫ്റ്റി ബാങ്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.25% ഒരു സമയത്ത് മൂവ്മെൻറ്റുണ്ടായിരുന്നു. രാവിലെ തൊട്ട് ഉച്ചവരേക്ക് നിഫ്റ്റി ബാങ്ക് ഒരു കറക്ഷൻ തരാതെ നല്ലൊരു റാലി മാത്രമാണ് തന്നത്. ഇന്ന് നമ്മൾ രാവിലെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്ക് നല്ലൊരു മൂവ്മെൻറ്റ് തരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. ഡൗൺ സൈഡ് വന്നാലും നമ്മൾ നിഫ്റ്റി 50 ആണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതുമായിട്ട് ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എടുക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് അതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഏരിയ 52,477 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഹോൾസെയിലേക്ക് നമ്മൾ ട്രേഡ് എടുക്കാം എന്നുള്ള ഒരു സജഷൻ പറയുന്ന സമയത്താണ് മാർക്കറ്റ് ഒരു വലിയ ക്യാൻഡിൽ വന്നതും പ്രീമിയം പമ്പ് ചെയ്ത് പോയത്. ആ ഒരു മൂവ്മെൻറ്റ് എന്ത് ചെയ്തു, 52,744 വരെ ഏകദേശം 1300 പോയിന്റോളം ഒരൊറ്റ 2 ക്യാൻഡിൽ 5 മിനിറ്റ് 2 ക്യാൻഡിലിൽ മൂവ് ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു റിവേഴ്സിൽ കാണിച്ച് പതിയെ എന്ത് ചെയ്തു കയറി പുതിയ 52,950 എന്നുള്ള ലെവൽ വരെ എത്തി. ഇന്നത്തെ ഓയി നോക്കുകയാണെങ്കിലും 53,000 കോൾ ഓപ്ഷനിലായിരുന്നു ഏറ്റവും കൂടുതൽ ഓയി ഉണ്ടായിരുന്നത്. അതേപോലെ 52,600, 700, 800 ഇതിൻ്റെ ഓയി വളരെ കൂടുതലായിരുന്നു. അപ്പം നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുന്ന മെത്തേഡുകളിൽ OI നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ പ്യുവർലി പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രമാണ് ട്രേഡ് പ്ലാൻ ചെയ്യാറുള്ളത്. അതിൽ ഇന്ന് നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ നമ്മുടെ സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീടെസ്റ്റിനേഷൻ ഒരു എൻട്രി എന്നുള്ളതാണ്. അത് നമുക്ക് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ലൈവിൽ വന്നത്. അതിനുശേഷം ഈ ഒരു എൻട്രി നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ല, അത് മിസ്സായി എന്നുള്ളതാണ്. ഒരു എൻട്രി നമ്മൾ ഈ റിസർച്ച് ഏരിയയിൽ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു എൻട്രി കിട്ടി. ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് ടാർഗറ്റ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ എൻട്രികളുടെ കുറിച്ചിട്ടുള്ള ഒരു വിവരം മാത്രമാണ്. ഇനി നാളേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യമായിട്ട് നമ്മൾ മുമ്പിലുള്ളത്. നാളെ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം ചെയ്താൽ മതി നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇല്ലെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് 52,866 മുകളിൽ ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 53,082 വരേക്ക് ടാർഗറ്റ് ചെയ്ത് കോൾ സൈഡ് ട്രേഡ് ഈ ബാങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ഡൗൺ സൈഡ് ട്രേഡുകൾ ചെയ്യാതിരിക്കാവും നല്ലത്. ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നമ്മൾ പുതിയ ട്രേഡുകളൊന്നും നിഫ്റ്റി ബാങ്കിൽ പ്ലാൻ ചെയ്യുന്നില്ല. ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നമ്മൾ ആ സൈഡ് വൈസ് എന്നുള്ള കോൺസെപ്റ്റ് 53,000ൻ്റെയും 52,269 ഇടയിൽ മാർക്കറ്റ് നിൽക്കും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ ഒരു ഏരിയക്കകത്ത് മാർക്കറ്റ് നിൽക്കും എന്നുള്ളതുകൊണ്ട് പുതിയ ട്രേഡുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഏരിയയിലാവും ട്രേഡ് എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നാളെ എന്നുള്ളതുകൊണ്ട് നിഫ്റ്റി നോക്കിയാൽ മതി. കഴിഞ്ഞ 4 ദിവസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 1, 2, 3, 4 ദിവസമായിട്ട് ഒരേ ഏരിയയിലാണ് നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഇത് ഒന്നിൽ എന്ത് ചെയ്യണം, നമുക്ക് ട്രേഡിൽ എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈ വരെ പോയതാണെന്ന് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയ വിവരങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. 25,500 അടുത്ത് പോയതിനു ശേഷമാണ് മാർക്കറ്റ് ചെയ്തത് ഒരു ഷാർപ്പ് സെൽ ഓഫ് തന്നത് അല്ലേ. 12:45 കൂടി ഒരു ഷാർപ്പ് സെൽ ഓഫ്. അതെന്ത് ചെയ്തു, അതിൻ്റെ പ്രോപ്പർ സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് എവിടെ നിന്നാണോ ഇതിനു മുമ്പ് ബൈങ് വന്നത് ആ ഏരിയ വരെ ഷാർപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 3-4 ക്യാൻഡിൽ തന്നെ നല്ലൊരു പോയിന്റ് മൂവ്മെൻറ്റ് ഡൗൺ സൈഡ് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,270 താഴെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗുഡ് സൈഡിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമുക്ക് കോൾ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതല്ലാത്ത ട്രേഡുകൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിൽ ഇതിനകത്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ പോലും എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ഈ ഏരിയ നമ്മൾ എന്ത് ചെയ്യാനില്ല, ട്രേഡിങ്ങിന് വേണ്ടി പരിഗണിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നാളെ നിഫ്റ്റിയിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ലോ ബ്രേക്ക് ചെയ്താൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകളും പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് വരുന്ന എല്ലാ ട്രേഡുകളും നമ്മൾ ഇപ്പോഴും പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏറ്റവും പ്രോബബിലിറ്റി കൂടുതലുള്ള ട്രേഡുകൾ എന്ന് പറയുന്നത് കോൾ സൈഡിലുള്ള ട്രേഡ് ആണ് എന്നുള്ളതുകൊണ്ട് നാളെ ചെറിയ ഗ്യാപ്പ് ആണെങ്കിലും അതല്ല വലിയ ഗ്യാപ്പ് ആണെങ്കിലും നമ്മൾ കോൾ സൈഡിലേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗുഡ് സൈഡിലേക്ക് തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇത് വന്നത് തന്നെ ഒരു സ്കാൽപ്പിംഗ് ടൈപ്പ് എൻട്രികൾ മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സ്കാൽപ്പിംഗ് സെറ്റപ്പിനെ കുറിച്ച്. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലത്തെ ട്രേഡുകൾ പുതുതായിട്ട് പ്ലാൻ ചെയ്തത്. 2 മാസമായിട്ട് നമ്മൾ അതിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇപ്പോഴാണ് നമ്മളത് റിവീൽ ചെയ്ത് തുടങ്ങിയത്. അപ്പം ബാക്കിയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്ട്രാറ്റജി റിവീൽ ചെയ്യാമെന്നുള്ളതാണ് പുതുതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.